ഈ നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കൈതപ്പുഴ കായലിൽ വയലാർ പാടിയ ത്രിവേണി എന്ന അത് അവിടെ നിന്ന് തുഴഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഗ്രേഡ് എ ഫൈനൽ പോരാട്ടങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പുത്തൻപറമ്പിൽ ആദ്യത്തെ ട്രാക്കിൽ തിരുത്തിപ്പുറം, രണ്ടാമത്തെ ട്രാക്കിൽ, മൂന്നാമത്തെ ട്രാക്കിൽ താണിയൻ എന്നീ വള്ളങ്ങളാണ് അവിടെ മത്സരിക്കുന്നത്. അത്യധികം ആവേശത്തിലാണ് അവർ. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇരുട്ടുകുത്തികൾ ശരം പോലെ വേഗത്തിൽ കുതിച്ചു പായുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് മുന്നിലെന്ന് പറയാൻ സാധിക്കാത്തത്ര വേഗതയിലാണ് അവർ പോകുന്നത്. അത്രത്തോളം ആവേശമാണ്. ഗ്രേഡ് എ വിഭാഗത്തിൽ ആരാണ് ആദ്യത്തെ സ്ഥാനക്കാർ എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരുന്നാൽ മതി. അത്രത്തോളം ആവേശത്തോടെ അവർ തുഴയെറിയുകയാണ്. ഇരുട്ടുകുത്തികൾ വേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാമത്തെ ട്രാക്കിലുള്ള താണിയൻ വള്ളമാണ് കുതിച്ചു പായുന്നത്. താണിയൻ വള്ളം നയിക്കുന്നത് താന്തോണിത്തുരുത്തിലെ TBC കൊച്ചിൻ ടൗൺ നേതൃത്വത്തിലാണ് താണിയൻ വള്ളം അവിടെ മത്സരിക്കുന്നത്. രണ്ടാമത്തെ ട്രാക്കിൽ തുരുത്തിപ്പുറമാണ്, അത് TBC ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലാണ്. ഒന്നാമത്തെ ട്രാക്കിൽ ശ്രീലക്ഷ്മണ ബോട്ട് ക്ലബ് നയിക്കുന്ന പുത്തൻപറമ്പിൽ വള്ളമാണ്. ഗ്രേഡ് എ വിഭാഗത്തിലെ മത്സരങ്ങളാണ് ഇപ്പോൾ ഫൈനൽ പോരാട്ടത്തിലേക്ക് കടക്കുന്നത്. അല്പസമയത്തിനകം ആരാണ് വിജയ് എന്ന് അറിയാൻ സാധിക്കും. നേരത്തെ ഗ്രേഡ് ബി ഫൈനൽ പോരാട്ടങ്ങൾ നടന്നിരുന്നു. GBC ഗോതുരുത്തിന്റെ നേതൃത്വത്തിൽ. ഗോതുരുത്താണ് അവിടെ ആദ്യത്തെ സ്ഥാനക്കാരായത്. ഇനി ഗ്രേഡ് എ ഫൈനൽ പോരാട്ടങ്ങൾ നടക്കുന്നു. ഗ്രേഡ് എ ലൂസേഴ്സ് ഫൈനലിൽ ഗോതുരുത്ത് പുത്രനും ഗ്രേഡ് ബി ലൂസേഴ്സ് ഫൈനലിൽ മയിൽപീലി എന്ന വള്ളവുമാണ് വിജയിച്ചത്. അത്രത്തോളം ആവേശകരമാണ് ഈ ജലോത്സവം. അരൂരിലെ ജലോത്സവം കാണാൻ കൈതപ്പുഴ കായലോരത്ത് ആയിരങ്ങൾ അണിനിരക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ അരുക്കുറ്റി പാലത്തിലടക്കം 10,000-കണക്കിന് ആളുകൾ അവിടെ അണിനിരക്കുന്ന കാഴ്ച നമുക്ക് കാണാം. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഇരുട്ടുകുത്തികളുടെ മത്സരയോട്ടം നടത്തുന്നത്. പടയോട്ടം തന്നെ, ജലപടയോട്ടം കാണാൻ അവിടെ നിരവധി പേർ സാക്ഷിയാകുന്ന കാഴ്ചയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഗ്രേഡ് എ ഫൈനൽ മത്സരങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലീഡ് ഉയർത്തുന്നത് താണിയൻ വള്ളമാണ്. താണിയൻ വള്ളം മത്സരിക്കുന്നത് മൂന്നാമത്തെ ട്രാക്കിൽ നിന്നാണ്. അത്രത്തോളം ആവേശകരമാണ് അവിടെ. ആ തുഴച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇരുട്ടുകുത്തികളുടെ പ്രത്യേകത. അത് കുതിച്ചു പായുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഉണ്ടായ പോരാട്ടങ്ങളിലൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മുന്നോട്ട് കുതിച്ചു പോകാൻ അത്രത്തോളം വെല്ലുവിളി അവർ നേരിടുന്നുണ്ട്. ഈ ഇരുട്ടുകുത്തി വേഗത്തിൽ പോകുന്നതിനോടൊപ്പം അപകട സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ശ്രദ്ധ ആവശ്യമായ ഒരു മത്സരം തന്നെയാണ് ഈ കൈതപ്പുഴ കായലോരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമതാണ് അരൂർ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ അരൂർ ജലോത്സവം നടത്തുന്നത്. വലിയ ജനപങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും. താണിയൻ വലിയ ലീഡ് ഉയർത്തുന്നുണ്ട് അവിടെ. താണിയൻ TBC കൊച്ചിൻ ടൗൺ താന്തോണിത്തുരുത്തിന്റെ നേതൃത്വത്തിൽ താണിയനാണ് അവിടെ ലീഡ് കുതിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് തിരുത്തിപ്പുറമുണ്ട്. മൂന്നാം സ്ഥാനത്താണ് പുത്തൻപറമ്പിൽ വള്ളം. ആവേശകരമായ പോരാട്ടത്തിലേക്ക്, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരാണ് മുന്നിൽ, ആരാണ് പിന്നിൽ എന്ന രീതിയിലാണ് തുഴച്ചിൽ മുന്നേറുന്നത്. ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങളെത്തുന്നു. പക്ഷേ മൂന്നാമത്തെ ട്രാക്കിലുള്ള താണിയൻ അവർ വിജയിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ ട്രാക്കിലുള്ള തിരുത്തിപ്പുറം മുന്നോട്ട് തിരിക്കുന്നു. ഫോട്ടോ ഫിനിഷ് എന്ന് പറയാൻ സത്യം വിജയികളായി മാറിയിരിക്കുന്നത് താണിയൻ വള്ളമാണ്. TBC കൊച്ചിൻ ടൗൺ താന്തോണിത്തുരുത്തിന്റെ നേതൃത്വത്തിൽ അണിനിരുന്ന താണിയൻ വള്ളമാണ് ഗ്രേഡ് എ വിഭാഗത്തിലെ വിജയികൾ. ആദ്യ